കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് എയർ ഫൈബർ കണക്ഷനുകളാണ് ജിയോ എയർ ഫൈബറും എയർടെൽ എയർ ഫൈബറും. അപ്പം നിങ്ങൾക്കറിയാം ചാനലിൽ നെറ്റ് OTT എല്ലാം ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ആളുകൾ കാത്തിരുന്ന കുറച്ച് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങളിപ്പം എയർ ഫൈബറിൽ വന്നിട്ടുണ്ട്. ഇപ്പം ജിയോ എയർ ഫൈബറിലാണെങ്കിലും എയർടെൽ എയർ ഫൈബറിലാണെങ്കിലും കൂടുതൽ എയർ ഫൈബർ എയർടെലിലേക്കാണ് ഇപ്പം വന്നിട്ടുള്ളത് ഓഫർ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എയർടെൽ എക്സ്ട്രീം ഫൈബർ എയർ ഫൈബർ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഓഫർ കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം നമ്മൾ ആളുകൾ കൂടുതലും ഈ ഇൻ്റർനെറ്റ് എടുക്കുന്നത് നെറ്റിന് വേണ്ടി മാത്രമാണ്. ഈ OTT അല്ലെങ്കിൽ ചാനലുകൾ പല ആളുകൾക്കും ആവശ്യമില്ല. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, പല ആളുകൾക്കും. ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, ഞാൻ കണക്ഷനൊക്കെ എയർ ഫൈബർ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ജിയോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് വരുന്ന കോളുകളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഈ ചാനലും വേണ്ട, OTTയും വേണ്ട. OTT ഒക്കെ അവർ പറയും അവർക്ക് സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, നെറ്റ് മാത്രം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾ വിളിക്കാറുണ്ട്. അപ്പം ജിയോയും എയർടെൽ എയർ ഫൈബറും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് വെറും നെറ്റ് പ്ലസ് OTT പ്ലസ് ചാനലായിരുന്നു. സെപ്പറേറ്റ് നെറ്റ് മാത്രം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എയർടെൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് 30 Mbps 40 Mbps 100 Mbps വരെയുള്ള നെറ്റ് മാത്രമുള്ള കണക്ഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പൈസ കുറയുന്നുണ്ട് ഈ OTT ഒക്കെ ഒഴിവാകുന്നതുകൊണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റ് മാത്രം മതി എന്ന് ആഗ്രഹിച്ചിട്ട് നെറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ എയർടെൽ എക്സ്ട്രീം എയർ ഫൈബർ എടുത്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30 40 100 Mbps സ്പീഡുള്ള നെറ്റ് മാത്രമുള്ള ഓപ്ഷൻ നിലവിൽ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഡിഷ് ഒഴിവാവും, IPTVൻ്റെ ബോക്സ് വേണ്ട, OTTകൾ വേണ്ട എങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾക്ക് നെറ്റ് മാത്രം യൂസ് ചെയ്യാം. കാരണം കൂടുതൽ ആളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് എയർടെൽ നെറ്റും പ്ലസ് OTT പ്ലസ് ചാനലുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും നിലവിൽ ഇതിലുണ്ട്. ഏതാണ്ട് 30 Mbps ഒക്കെ എയർടെൽ എടുക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് മന്ത്ലി വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നുള്ളൂ. 2500 രൂപയ്ക്ക് കൊടുത്തെടുക്കുമ്പോൾ ഏതാണ്ട് 5 മാസവും ചില്ലറ ദിവസവും കിട്ടുന്നുണ്ട്. അതുപോലെ 40 Mbps ആകുമ്പം ഏതാണ്ട് 4 മാസവും ചില്ലറ ദിവസവും കിട്ടുന്നുണ്ട്. 100 Mbps ആകുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2.5 മാസമോ അങ്ങനെ. 100 Mbpsന് കുറച്ച് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിക്കാം, അല്ലെങ്കിൽ എയർടെലിൻ്റെ എക്സ്ട്രീം എയർടെൽ താങ്ക്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എയർടെലിന്. അതിൽ ഡൗൺലോഡ് ചെയ്യാം. ഏത് നമ്പർ വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ റിക്വസ്റ്റ് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ എയർടെലിൻ്റെ എയർ ഫൈബറിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഓഫർ കൂടിയാണിത്. പക്ഷേ ജിയോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പുതിയ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ അറിയാൻ പറ്റും. UBR എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്ന ഒരു ODCP എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെയായിരുന്നു അവർ ഇൻ്റർനെറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനെ കൂടാതെ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയൊരു സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഈ UBR സിസ്റ്റം എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഏത് DTH ഏത് കണക്ഷൻ എടുത്താലും, ഒപ്റ്റിക്കലായിക്കോട്ടെ എയർ ഫൈബർ ആയിക്കോട്ടെ, ഏതെടുത്താലും ഈ വേരിയേഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ 30 Mbps എടുത്താൽ ചില സമയത്ത് ചെക്ക് ചെയ്യുമ്പം 28 22 25 ഒക്കെ കാണിക്കും, ചിലപ്പോൾ 20 കാണിക്കും. അത് ഏതാണെങ്കിലും ഇപ്പോൾ ലൈന് വലിച്ച് വരുന്ന ഒപ്റ്റിക്കൽ നമ്മൾ 100 Mbps എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ, സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ 83 85 86 അല്ലെ 80 അല്ലെ 68 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പല ആളുകൾക്കും അത് ഭൂരിപക്ഷം പ്രശ്നം വരുന്നുണ്ട്, ചെക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കുറയുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് UBR എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇത് എടുക്കാൻ സാധിക്കില്ല. ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ടവർ കാണണം. നിങ്ങളെ വീട്ടിൽ നിന്ന് ടവർ ദൂരെ ആയാലും പ്രശ്നമില്ല, വീട്ടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഷെയ്ഡൊന്നും ഇല്ലാതെ നമുക്ക് ടവർ ഡയറക്റ്റ് കാണാൻ പറ്റണം ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ കയറിയാൽ നിങ്ങൾക്ക് ടവർ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പീഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ജിയോൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കുക, അല്ലെങ്കിൽ ജിയോൻ്റെ മൈ ജിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ റിക്വസ്റ്റൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ UBRലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളൊരു രൂപ കൊടുക്കണ്ട. പഴയ നിങ്ങളെ വീടിൻ്റെ മുകളിൽ വെക്കുന്ന ഈ ODCP എന്നുള്ളൊരു ഉപകരണം അത് റിമൂവ് ചെയ്തിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ആൻറ്റിനെ പോലുള്ള ചെറിയ ആൻറ്റിന, ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു വലിയൊരു സംഭവമാണ്, ഒന്നുമല്ല, ചെറിയത്, വെയിറ്റ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഇപ്പം ജിയോന് ഏറ്റവും കൂടുതൽ ആളുകൾക്കൊരു ഓപ്ഷൻ വരാൻ ആഗ്രഹം എയർടെൽ എയർ ഫൈബർ ഇപ്പം തുടങ്ങിയതുപോലെ തന്നെ നെറ്റ് മാത്രമുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ജിയോൻ്റെ ഒരുപാട് കണക്ഷൻ ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ എയർ ഫൈബറിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിയോ എയർ ഫൈബർ തന്നെയാണ്. ഒരുപക്ഷെ ഇനി അത് കുറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനത്തെ ഓപ്ഷനുകളൊന്നും കൊണ്ടുവരുന്നില്ല. കാരണം കൂടുതൽ ആളുകൾക്കും ചാനൽ വേണ്ട. ചാനലും OTTയും കൂടെ അവർ ഈ വാങ്ങുന്ന കസ്റ്റമറുടെ തലയിൽ വെച്ച് കെട്ടും പോലെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം. കാരണം ഞാനീ പോകുന്ന പല വീടുകൾ, ഞാനിപ്പോൾ ഒരു 10 വീട്ടിൽ പോയാൽ 6 ആൾക്കും നെറ്റ് മാത്രം മതി. പക്ഷേങ്കിൽ അവർക്ക് ചിലപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ എയർടെലിലേക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടാവില്ല. കാരണം എയർടെലിന് അവിടെ എയർ ഫൈബറിന് 5G റേഞ്ച് ഉണ്ടാവില്ല. അപ്പം അവരെ ഗതികേട് കൊണ്ട് ചിലപ്പോൾ അവർ ജിയോ എയർ ഫൈബർ തന്നെ എടുക്കും. അതിനെ കുറ്റം പറയുന്നല്ല, അവരിനി നെറ്റ് മാത്രം വേണ്ടിയിട്ട്
ഇപ്പം നമ്മൾ ഉദാഹരണം പറയുമ്പോൾ പല ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം നെറ്റിന് മാത്രം വേണ്ടിയിട്ട് നമ്മൾ OTTയും ചാനലും കാണേണ്ട ഒരു അവസ്ഥ. ചില ആളുകൾ ഞാനിപ്പോൾ ചെയ്യുന്ന വീട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്ന വീടുകളിൽ തന്നെ ചില ആളുകൾ നെറ്റേ ഉപയോഗിക്കുന്നുള്ളൂ. വെറുതെ റെൻറ്റ് ഒരു 500 രൂപ ഉള്ളിൽ അടക്കേണ്ട റെൻറ്റ് 706 രൂപയോളം അടക്കുന്നത്, 200 രൂപ അധികം അടച്ചിട്ട് ബോക്സ് ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്ന ആളുകളും ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കിനി നിങ്ങളുടെ വീട്ടിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് 5G ഫോണും 5G സിമ്മ്, ഇപ്പോൾ എയർടെലിൻ്റെത് 5G ഫോണും എയർടെലിൻ്റെ 5G ഫോണും എയർടെലിൻ്റെ 5G സിമ്മും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ പോയിട്ട് ഊക്ല അങ്ങനെ OOKLA എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റും. പരമാവധി എത്ര ഹൈറ്റിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റും. 100 Mbps മുകളിലൊക്കെ സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് എയർടെലിൻ്റെ കണക്ഷൻ എടുക്കാം. അതേപോലെ തന്നെ ജിയോ നെറ്റ് വെലോസിറ്റി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ജിയോൻ്റെ 5G സിമ്മും നിങ്ങളുടെ 5G ഫോണും കയ്യിലുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് സ്പീഡ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് അവിടെ സ്പീഡ് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ 2 ജിയോ എയർ ഫൈബറിൻ്റെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ എയർടെൽ എയർ ഫൈബറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുക കൂടി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വാട്സപ്പിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജിലും നിങ്ങൾ വിളിക്കുന്ന കോളുകളിൽ എനിക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നന്ദി അറിയിക്കാറുണ്ട്. കാരണം ഇത് അറിയാത്ത ആളുകൾ പല യൂട്യൂബർമാർ ഇടുന്നുണ്ട്, പക്ഷേങ്കിൽ ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ ഞാനിത് അപ്ഡേഷൻ ചെയ്യാൻ കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ്, ഞാൻ ഇതിൻ്റെ ടെക്നീഷ്യൻ കൂടിയാണ്. രണ്ടും ഞാൻ ചെയ്യുന്നതാണ്, ജിയോ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള ആളുകളെ കൂടുതൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആളുകൾക്ക് ആവശ്യം എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തയ്യാറാക്കാനുള്ള കാരണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ എയർടെൽ എയർ ഫൈബറും, നെറ്റ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ എയർടെൽ എയർ ഫൈബറും അല്ലെങ്കിൽ ജിയോ എയർ ഫൈബറും എടുക്കുക. ഇനിയിപ്പോൾ നെറ്റും OTTയും ചാനലും എയർടെലും കൊടുക്കുന്നുണ്ട്. ഇപ്പം ചാനൽ മാറ്റാനും ഒക്കെ കുറച്ചും കൂടി എളുപ്പം എയർടെൽ എയർ ഫൈബറിലാണ്. എയർടെൽ എയർ ഫൈബറിൻ്റെ പുതിയ IPTV ബോക്സ് വന്നിട്ടുണ്ട്. ജിയോ എയർ ഫൈബറിൻ്റെ ബോക്സിനേക്കാളും ഉപയോഗിക്കാൻ കുറച്ചുകൂടി സുഖം വരുന്നത് ഈ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എയർടെലിൻ്റെ എയർ ഫൈബറിനാണ്. അപ്പം നിങ്ങളത് പല ഈ നെറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.